ഞാനും പൂജിട്ടി ഒന്ന് വളാഞ്ചേരി പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ. എപ്പോഴും നോക്കിയാലും ചേച്ചി വളാഞ്ചേരിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മൾ തന്നെയല്ലേ പോകാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു 4-4:30 ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വെയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കോട്ട എടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ആ ഒരു പാടം കിടക്കുമ്പോഴേക്കും നല്ല വെയിലായിരിക്കും, തലവേദന ഇളകും. അതുകൊണ്ടാണ് കേട്ടോ കോട്ട എടുത്തിട്ട് പോകുന്നത്. കുറച്ച് കഴിഞ്ഞ് ഒരു 5-5:30 ആകുമ്പോഴേക്കും വെയിലിൻ്റെ ആക്കം കൂടി കുറയും. അപ്പോഴേക്കും നമ്മൾ വളാഞ്ചേരി എത്തിക്കോളൂ കേട്ടോ. കുളമംഗലത്ത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല ചൂടോട് കൂടിയിട്ട് പൊരിക്കടിയും ചായയും കുടിക്കാൻ വേണ്ടിയിട്ട് കിട്ടി ഈ ഒരു സമയത്ത്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൊരിക്കടിയൊക്കെ തണുക്കുമല്ലോ. ഇപ്പം ഇങ്ങനെ ചൂടോട് കൂടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ചായ അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ സ്ട്രോങ് ചായയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തലവേദനയുടെ ആക്കം ഇങ്ങോട്ട് കുറയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓഗിയിൽ പോയിട്ടുണ്ടായിരുന്നു കണ്ണൻകുട്ടിക്ക് ഷർട്ട് നോക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി സെലക്ഷനാണ് കേട്ടോ. ഇവിടെ തന്നെയാണ് അവന് മിക്കത് ഞങ്ങൾ ഷർട്ട് എടുക്കുക. നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ഇളനീര് കുടിക്കാമെന്ന് വിചാരിച്ചു. ആകെ കൂടെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഒരു ഇളനീരും കൂടെ ഞങ്ങൾ ഷെയർ ഇട്ട് അങ്ങോട്ട് കുടിച്ചു. എന്നിട്ട് ഇവിടുന്ന് വെച്ച് അങ്ങോട്ട് പിടിച്ചു, അങ്ങോട്ട് നടന്നു കേട്ടോ. പിന്നെ ഒരു ഓട്ടോ വിളിക്കാൻ വേണ്ടിയിട്ടൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഇതാ ഇളനീര് കഴിച്ചിട്ട് പിന്നെ ഈ ഒരു സംഭവമില്ല, ആ ഒരു നാളികേരം അത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു. മൂക്കാത്തായിരുന്നു കേട്ടോ. ഞാനും പൂജിറ്റിയും കൂടെ അതും കഴിച്ചിട്ട് നേരെ ബുക്ക് സ്റ്റാളിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പൂജിറ്റിക്ക്. പിന്നെ ഇതാ മെഡിക്കൽ ഷോപ്പ് പോയിട്ട് എനിക്ക് കുറച്ച് മരുന്നും കൂടെ മേടിക്കാണ്ടായിരുന്നു, അതും കൂടെ വാങ്ങി. പിന്നെ ഒരു പപ്പായ പഴുത്തത് ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രൂട്ട്സ് കടയിൽ നിന്ന്, അതും വാങ്ങി നമ്മളിതാ വീട്ടിലേക്ക് പോരാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുന്ന ആളെ കാണാം. ടാറ്റാ ബൈ, സീ യു.